സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് തിരുവമ്പാടി ലീഗ് പ്രവർത്തകർ KMCC സംഗമം നടത്തിയതിൽ അച്ചടക്ക നടപടി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ, യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫൈസൽ തുടങ്ങിയ 4 പേരെ സസ്പെൻഡ് ചെയ്തു. PV അൻവറിനെ പങ്കെടുപ്പിച്ച KMCC സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ തീരുമാനം വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ K. വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, എന്താണ് മറ്റു വിവരങ്ങളൊക്കെ? ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു KMCC തിരുവമ്പാടി ഇത്തരത്തിലൊരു കുടുംബസംഗമം നടത്തിയത്. അതിനു മുമ്പ് തന്നെ ഈ കുടുംബസംഗമത്തിന്റെ പ്രചാരണ ബോർഡുകളൊക്കെ വ്യാപകമായി പ്രദർശിപ്പിച്ചിരുന്നു. PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനായിരുന്നു തിരുവമ്പാടി KMCCയുടെ തീരുമാനം. എന്നാൽ ഈ PV അൻവർ UDF-മായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ PV അൻവറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തിയാൽ അത് അംഗീകരിക്കാനാവില്ല എന്നും ഈ പരിപാടിക്ക് മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ മാത്രമല്ല, ഈ പരിപാടി നടത്തുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരും മുസ്ലിം ലീഗിന്റെ അംഗങ്ങളായിരിക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഈ KMCC തിരുവമ്പാടി ഈ പരിപാടിയുമായി മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. പക്ഷേ PV അൻവർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല, PV അൻവറിനൊപ്പം CP ചെറിയ മുഹമ്മദ്, ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ പരിപാടിയിൽ നടത്താൻ പാടില്ല എന്നും ഈ പരിപാടിയുമായി പങ്കെടുക്കുന്നവരാരും ലീഗിന്റെ അനുയായികളായിരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ CP ചെറിയ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തില്ല. തുടർന്നാണ് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തിരുവമ്പാടി പുന്നക്കലിൽ ഇത്തരത്തിലൊരു പരിപാടി KMCCയുടെ ഭാരവാഹികൾ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ആ പരിപാടി സംഘടിപ്പിച്ചു. വലിയ ജനപങ്കാളിത്തം അതിലുണ്ടായി. തുടർന്ന് ലീഗ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. CP ചെറിയ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വലിയ വിമർശനമാണ് നടത്തിയത്. അതായത് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിന് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ KMCCയുടെ പരിപാടികൾ തടയാനാണ് ലീഗ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ പിന്നീട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല എന്നൊരു വിമർശനമൊക്കെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പരിപാടി സംഘടിപ്പിച്ച അതിന് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന്റെ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ലീഗിന്റെ അല്ല, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള 4 പേരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. അറഫി, ഫൈസൽ, ഷഫീഖ് തുടങ്ങി 4 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവിടെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനകത്ത് വിഭാഗീയതയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ലീഗിന്റെയോ അല്ലെങ്കിൽ പോഷക സംഘടനയുടെയോ ഒക്കെ പരിപാടി സംഘടിക്കുന്ന സമയത്ത് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതില്ലാതാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന നേതൃത്വം നടത്തുന്നത് എന്നൊരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ പ്രധാനികളായിട്ടുള്ള ആളുകൾ നേരത്തെ കഴിഞ്ഞ നവംബറിൽ മുസ്ലിം ലീഗിൽ നിന്ന് പല കാരണങ്ങളാൽ സസ്പെൻഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അതിനാൽ വിഭാഗീയത രൂക്ഷമാവുകയാണ്. പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തേക്ക് എത്തുകയാണ്. 4 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ വിമത വിഭാഗത്തിന്റെ നീക്കം എന്തായിരിക്കും എന്നറിയാനാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം വിമത വിഭാഗമായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കുടുംബസംഗമത്തിൽ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എന്നുള്ളൊരു പശ്ചാത്തലം ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഷ്ണു, ശരി. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.